ഓൾ ഇൻ വൺ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രണ്ടാമതായിട്ട് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ ആണിത്. നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വാഹനത്തിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ആംബിയന്റ് ലൈറ്റ് എങ്ങനെ പിടിപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ. ആ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ വണ്ടിയുടെ ഈ പാനൽ അയക്കുക എന്നുള്ളത്. ഞാനിത് സ്റ്റീരിയോയുമായിട്ടാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കീ ഓൺ ആക്കുമ്പോൾ താഴെ സ്റ്റീരിയോ ഓൺ ആവും, അതേപോലെ താഴത്ത് ആംബിയന്റ് ലൈറ്റും കത്തും. ഇങ്ങനെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് മിനിമം അല്ല മാക്സിമം നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു 50 രൂപ ചിലവിൽ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഈ പാനൽ ഞാൻ റിമൂവ് ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്ക്രൂ ഡ്രൈവറാണ്. സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമുക്ക് ഇതുകൊണ്ടൊന്ന് അഴിച്ചെടുക്കാൻ പറ്റുമോ നോക്കാം. സിമ്പിൾ പരിപാടിയാണ്. രണ്ട് സൈഡിൽ പാനൽ നമ്മൾ അഴിച്ചെടുക്കണം. അത് അഴിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഈ സ്റ്റീരിയോ പുറത്തേക്ക് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എന്നാലേ നമുക്ക് വയറിങ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റീരിയോൻ്റെ സ്ക്രൂകൾ അയക്കാം. സിമ്പിൾ മെത്തേഡാണ്. ആർക്കും വേണമെങ്കിലും വീട്ടിൽ വണ്ടിയുള്ളവർക്കൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാവുന്ന പരിപാടിയാണ്. സ്ക്രൂ എടുക്കാം. നമ്മൾ സ്റ്റീരിയോ ഏതായാലും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഒരു സ്ക്രൂ കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ സ്റ്റീരിയോ ഏതായാലും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് സ്റ്റീരിയോൻ്റെ ബാക്കിൽ ഇങ്ങനെ ACC എന്നിട്ടൊരു കേബിളാണ്. ഇതൊരു പവർ കേബിളാണ്. നമ്മുടെ സിസ്റ്റം ഓൺ ആകാൻ വേണ്ടിയിട്ട് കീന്ന് വരുന്ന പവർ കേബിളാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇഗ്നിഷൻ വയർ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഇഗ്നിഷൻ വയറാണ്. ഇതിലേക്കാണ് നമ്മൾ LED പോസിറ്റീവ് ഭാഗം നമുക്ക് പിടിപ്പിക്കേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ഭാഗം വണ്ടിയുടെ ഏതെങ്കിലും ബോഡിയിൽ പിടിപ്പിച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ നമുക്കിത് ഇതേപോലെ എന്തെങ്കിലും മെറ്റൽ ഒബ്ജക്റ്റിൽ നമുക്ക് വയറിങ് ചെയ്ത് കൊടുക്കാം. അതാണ് വണ്ടിയുടെ നെഗറ്റീവ് പോർഷൻ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീറ്ററിന് 50 രൂപ വരുന്ന ഒരു LED ആണ്. അപ്പോൾ മീറ്ററിന് മാത്രമാണ് 50 രൂപ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെങ്ങനെ സോൾഡർ ചെയ്യുക, സോൾഡർ ചെയ്തിട്ട് എങ്ങനെ പിടിപ്പിക്കുക, അതൊക്കെ ചിലവല്ലേ, സോൾഡറിങ് ആയി എണ്ണ വേറെ പൈസ ചിലവാക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അറ്റത്ത് വയറ് സോൾഡർ ചെയ്തിട്ടുള്ള LED ലൈറ്റ് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ സോൾഡറിങ് ആയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വാട്ടർ പ്രൂഫ് LED ആണ്. ഇത് മീറ്ററിന് 50 രൂപയാണ്. ഇത് വാട്ടർ പ്രൂഫ് അല്ലാത്തതിന് ഈ റബ്ബർ ബീഡിങ് ഉണ്ടാവില്ല. നമുക്ക് 40 രൂപയ്ക്ക് മീറ്റർ 40 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. പോസിറ്റീവ് വയർ നമ്മൾ ACC എന്നുള്ള ഇഗ്നിഷൻ വയറിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നെഗറ്റീവ് വയർ ഞാനിതാ വണ്ടിയുടെ ചേസിൻ്റെ മുകളിലേക്ക് ഒരു മെറ്റൽ ഒബ്ജക്റ്റിൻ്റെ ഭാഗത്തേക്ക് ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വയർ നമ്മൾ നന്നായിട്ട് ഇൻസുലേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻസുലേഷൻ ചെയ്യാനൊന്നും ആരും മറക്കരുത്. കാരണം നെഗറ്റീവും പോസിറ്റീവും കൂട്ടിയടിച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് സേഫായിട്ട് ഇൻസുലേഷൻ അടിച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഈ സ്റ്റീരിയോ നമുക്ക് റിട്ടേൺ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എല്ലാം ബോൾട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കറക്റ്റ് ഉള്ള പോലെ സ്ക്രൂ ചെയ്ത് കൊടുക്കണം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ പണി 75% കഴിഞ്ഞു. ഇനിയുള്ള നമുക്ക് ബാക്കിയുള്ള പണി എന്ന് പറഞ്ഞാൽ LED എവിടെ നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. നമ്മുടെ സ്റ്റീരിയോ നമ്മൾ റിട്ടേൺ ഫിറ്റ് ചെയ്തു. അതേപോലെ നമുക്ക് പാനലുകളൊക്കെ തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമുക്ക് LED സെറ്റായിട്ട് നമ്മൾ വയറിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇഗ്നിഷൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. അയ്യോ, ഇവിടെ ലൈറ്റ് ഓണായി, ഇവിടെ സ്റ്റീരിയോ ഓണായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പണി വളരെ സിമ്പിളാണ്. ഇനി ഈ LED നമുക്ക് താഴെ സ്റ്റിയറിങ്ങിൻ്റെ താഴെയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് നമുക്ക് ഈ ടൈപ്പിലുള്ള ഡബിൾ സൈഡ് ടേപ്പ് ആവശ്യമുണ്ട്. അത് ഇത്ര സൈസുള്ളത് വേണ്ട, അത് നമുക്ക് 2 കഷ്ണമാക്കിയിട്ട് സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ് യൂസ് ചെയ്യാം. അപ്പം നമുക്കിനി അതിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിങ്ങനെയാണ് താഴത്ത് പിടിപ്പിക്കാനാണ് നോക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡബിൾ സൈഡ് ടേപ്പ് സെൻറ്റർ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഓൾറെഡി LED ബാക്കിൽ ഗം ഉണ്ടാവും, പക്ഷെ ഒന്നുകൂടി നല്ല സ്ട്രോങ്ങിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിത് സെറ്റ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് കീ ഓണാക്കിയിട്ടുണ്ട്. ഇത് നല്ലൊരു ആംബിയൻ ലൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ശരിക്കും കാണാം നമ്മുടെ ഗിയർസിൻ്റെയും ക്ലച്ചിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള നല്ല ആംബിയൻ ലൈറ്റ് വണ്ടീൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിലവ്. നമുക്കധികം പൈസ ഒന്നുമില്ല, വെറും 50 രൂപ ചിലവാക്കിയാൽ മാത്രം മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.